എൻ്റെ മുമ്പിലത്തെ ക്യാമറയുടെ ഓം ശാന്തി. ഇപ്പോൾ 25/5/2024 പ്രഭാതമുരളി. ബാബ പറയാണ്, മധുരമായ കുട്ടികളെ, ബാബ വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് സിവിൽ ദൃഷ്ടി നൽകാൻ. നിങ്ങൾക്ക് ജ്ഞാനത്തിൻ്റെ 3ാമത്തെ നേത്രം ലഭിച്ചു. അതുകൊണ്ട് ഈ കണ്ണുകൾ ഒരിക്കലും ക്രിമിനൽ ആകരുത്. അപ്പോൾ പറയണം, നമ്മളുടെ കണ്ണുകൾ ഒരിക്കലും അപവിത്രതയാണ് നോക്കാനായിട്ട് പോകരുത്, അതായത് ക്രിമിനൽ ആകരുത് എന്ന് ബാബ പറയാണ്. ഈ ബാബ ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങൾ പരിധിയില്ലാത്ത സന്യാസിമാർക്ക് ബാബ ഏതൊരു ശ്രീമത്താണ് നൽകുന്നത്? ഉത്തരം പറയാണ്, ബാബയുടെ ശ്രീമത്താണ് നിങ്ങൾക്ക് നരകത്തിൽ നിന്നും നരകവാസികളിൽ നിന്നും ബുദ്ധിയോഗം മാറ്റി സ്വർഗത്തെ ഓർമ്മിക്കണം. അപ്പോൾ ബാബ എന്താണ് പറയുന്നത്? നമുക്ക് ബാബയിൽ നിന്നും ശ്രീമത്ത് ലഭിച്ചു. എന്താണ്? ഈ നരകത്തിൽ നിന്നും, അതായത് ഇപ്പോഴുള്ള ഈ ലോകത്തിൽ നിന്നും നമ്മൾ, അതായത് നരകവാസികളിൽ നിന്നും, നമ്മുടെ മിത്രസംബന്ധികൾ എല്ലായിടത്തു നിന്നും ബുദ്ധിയോഗത്തിനെ മാറ്റി, അതായത് അധികം അറ്റാച്ച്മെൻറ്റ് ഇല്ലാതെ നമ്മളെന്താണ് സ്വർഗത്തെ ഓർമ്മിക്കണം. അതായത് ബാബ പറയാണ്, ഗൃഹസ്ഥ വ്യവഹാരത്തിലിരുന്നും നരകത്തെ ബുദ്ധിയാൽ ത്യാഗം ചെയ്യൂ. അപ്പോൾ നമ്മൾ ഗൃഹസ്ഥത്തിലിരുന്നു കൊണ്ട് തന്നെ നമ്മളെന്താണ്, നമ്മളുടെ ബുദ്ധി എവിടേക്കാണ് പോകേണ്ടത്? സ്വർഗത്തിലേക്ക്, അതായത് പുതിയ ലോകത്തിലേക്കാണ് പോകേണ്ടത്. അല്ലാണ്ട് നരകത്തിൽ ബുദ്ധി വെച്ചിരിക്കരുത് എന്ന് ബാബ പറയാണ്. നരകം എന്ന് പറഞ്ഞാൽ എന്താണ്? പഴയ ലോകമാണെന്ന് പറയാണ്. നിങ്ങൾക്ക് ബുദ്ധിയിലൂടെ പഴയ ലോകത്തെ മറക്കണം. നമുക്കപ്പോൾ മറക്കേണ്ടത് എന്തുകൊണ്ടാണ്? ബുദ്ധിയിലൂടെയാണ് നമുക്ക് മറക്കേണ്ടത്. അതായത് ഇങ്ങനെ വേണ്ട, പരിധിയുള്ള വീടിൻ്റെ ത്യാഗം ചെയ്ത് മറ്റൊരിടത്തേക്ക് പോകണം. അങ്ങനെയാവരുത്. നമ്മൾ ഗൃഹസ്ഥത്തിൽ ഇരുന്നു കൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. എല്ലാവരും മറന്നിട്ടല്ല ചെയ്യേണ്ടത്. എല്ലാവർക്കും നമ്മൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തുകൊണ്ട് തന്നെ നമ്മൾക്ക് എന്താണ്, പരിധിയില്ലാത്ത വീട്ടിലേക്ക് പോകണം. ഇത് നിങ്ങളുടെ പരിധിയില്ലാത്ത വൈരാഗ്യമാണെന്ന് പറയാണ്. ഇപ്പോൾ നിങ്ങളുടെ വാനപ്രസ്ഥാവസ്ഥയാണ്. അപ്പോൾ നമുക്കിപ്പോൾ വീട്ടിലേക്ക് പോകാനുള്ള സമയമായി. അതാണ് വാനപ്രസ്ഥാവസ്ഥ എന്ന് പറയുന്നത്. അതായത് എല്ലാം ഉപേക്ഷിച്ച് വീട്ടിലേക്ക് പോകണം. നമ്മൾ എങ്ങനെ വന്നോ അതുപോലെ തന്നെ നമുക്ക് തിരിച്ചു പോകാനുള്ള സമയമായി. അതാണ് ബാബ പറയുന്നത്. ഓം ശാന്തി. ശിവ ഭഗവാനു വാച. വേറെ ആരുടെയും പേര് വേണ്ട, ഈ ബ്രഹ്മാവിൻ്റെയും പേര് വേണ്ട എന്ന് പറയാണ്. അതായത് പതീത പാവൻ ബാവ തീർച്ചയായും ഇവിടെ വരുന്നുണ്ട്. പതീതരെ എന്തിനു വേണ്ടിയിട്ടാണ്? പാവനമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ പാവനമാക്കി മാറാനുള്ള യുക്തിയും ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ബാബ നമ്മൾക്ക് എല്ലാ ദിവസവും ഓരോരോ യുക്തികൾ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളെ ബാബ പറയാറുണ്ടല്ലോ, ജ്ഞാനം കൊണ്ട് നമുക്ക് അലങ്കരിച്ചുകൊണ്ടിരിക്കണം. എല്ലാ ദിവസവും ഓരോരോ യുക്തികൾ പറഞ്ഞു തന്ന് കുട്ടികളെ എങ്ങനെ തെറ്റിൽ നിന്നും തിരുത്തി എങ്ങനെ പതീതത്തിൽ നിന്നും പാവനമായി മാറണം എന്നുള്ളത്. ശിവ ഭഗവാന് വാചയാണ്, അല്ലാണ്ട് ശ്രീകൃഷ്ണ ഭഗവാന് വാച എന്നല്ല എന്ന് പറയാണ്. ബാബ പറയാണ്, എപ്പോൾ മുതലാണ് ബാഡ്ജ് ധരിക്കുന്നത് എന്ന് മനസ്സിലാക്കി കൊടുക്കണം.
അപ്പോൾ നമ്മൾക്ക് എപ്പോഴാണ് ബാഡ്ജ് കിട്ടുന്നത്? അത് ബാബ പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കണമെന്ന് പറയുകയാണ്. അതായത് രചയിതാവിൻ്റെയും രചനയുടെ ആദ്യമദ്യാന്ത്യത്തിൻ്റെ മുഴുവൻ രഹസ്യവും ഈ ബാഡ്ജിൽ കാണപ്പെടുന്നുണ്ട്. അതായത് നമുക്ക് ബാബേനെ കിട്ടി ശ്രീമത്ത് അനുസരിച്ച് നടന്ന് എല്ലാം മനസ്സിലാക്കണം, എല്ലാ ജ്ഞാനവും ബാബയുടെ അടുത്ത് എടുക്കണം. അതായത് ആദ്യമദ്യാന്ത്യത്തിൻ്റെയൊക്കെ രഹസ്യം മനസ്സിലാക്കണം. അതാണ് പറയണത്. ഈ ബാഡ്ജിൽ ആരെങ്കിലും വന്ന് ചോദിക്കും, നമ്മൾ ഈ ബാഡ്ജ് കണ്ട് ഇത് എന്താണെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. അതാണ് ബാബ പറയുന്നത്, ഈ എല്ലാ രഹസ്യവും ഈ ബാഡ്ജിൽ കാണപ്പെടുന്നുണ്ട്. ഈ ബാഡ്ജ് നിസ്സാരപ്പെട്ടതല്ല. ബാബ ഇപ്പോൾ ബാഡ്ജിൻ്റെ വാല്യൂ പറയാണ്. ഈ സൂചനയുടെ കാര്യമാണെന്ന് പറയുക. ബാബ പറയണത് എല്ലാം അതിലടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബാഡ്ജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാബ പറയില്ലേ, ബാബയിൽ നിന്ന് ബാഡ്ജ് കിട്ടിയ കുട്ടികൾ എപ്പോഴും ബാഡ്ജ് ധരിച്ച് നടക്കണം. നമ്മളുടെ കർത്തവ്യമാണ് മറ്റുള്ളവർക്ക് ബാബയുടെ പരിചയം കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് ഈ ബാഡ്ജ് കാണുമ്പോൾ എല്ലാവരും ചോദിക്കുമ്പോൾ നമ്മൾക്ക് വ്യക്തമായി പറഞ്ഞ് കൊടുക്കാൻ സാധിക്കണം. അപ്പോഴാണ് നമുക്ക് അങ്ങനത്തെ ഒരു ജ്ഞാനം കിട്ടിക്കഴിയുമ്പോഴാണ് നമുക്ക് ബാഡ്ജ് കിട്ടുന്നത്. ബാബ പറയാ, നിങ്ങളെല്ലാവരും നമ്പർ വൈസ് പുരുഷാർത്ഥം അനുസരിച്ച് അങ്ങനെയാണ് ആസ്തികരാണ്. നമ്മളെപ്പോഴാണ് ആസ്തികരായത്? ബാബയുടെ ജ്ഞാനം കിട്ടിയപ്പോഴാണ്. അതുവരെ നമ്മൾ നാസ്തികർ തന്നെയായിരുന്നു. ബാബയുടെ ജ്ഞാനം കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ആസ്തികരായി മാറിയത്. ബാബു പറയാം, പക്ഷെ എന്തൊക്കെയായാലും നമ്പർ വൈസ് തന്നെയാണെന്ന് പറയാണ്. അതായത് മനസ്സിലാക്കിയ കുട്ടികളിലും നമ്പർ വൈസ് തന്നെയാണ്. ചിലർക്ക് രചയിതാവിൻ്റെയും രചനയുടെയും ജ്ഞാനം മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുന്നില്ല. കണ്ടോ, ചിലർക്ക് ബാബു പറയാണ് രചയിതാവിൻ്റെയോ രചനയുടെയോ ജ്ഞാനം പോലും മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കില്ല എന്ന് പറയാണ്. അവർ സദോപ്രധാന ബുദ്ധിയുള്ളവരെന്ന് പറയില്ല, പക്ഷെ അവരങ്ങനെ സദോപ്രധാന ബുദ്ധിയുള്ളവരെന്നൊന്നും പറയില്ല എന്ന് പറയാണ്. സദോപ്രധാന ബുദ്ധിയുള്ളവരും രജോ ബുദ്ധിയുള്ളവരും തമോ ബുദ്ധിയുള്ളവരുമുണ്ട്. ആരെങ്ങനെ മനസ്സിലാക്കുന്നു അതുപോലെ ടൈറ്റിൽ ലഭിക്കുന്നു. അതായത് നമ്പർ വൈസ് തന്നെയാണ് ബാബ പറയാണ്. പക്ഷെ ബാബ പറയണത് എന്താണ്? ഇവർ സദോപ്രധാന ബുദ്ധിയുള്ളവർ, ഇവർ രജോ ബുദ്ധിയുള്ളവർ എന്നിങ്ങനെയൊന്നും പറയില്ല എന്ന് പറയാണ്. വ്യത്യാസം കാണിക്കരുതല്ലോ എന്ന് ബാബ പറയാണ്. അല്ലാണ്ട് ഒരു തരംതിരിവൊന്നും കാണിക്കില്ല. എന്നാലും ബാബ പറയണത് എന്താണ്? നമ്പർ വൈസ് ആയിരിക്കും. കുട്ടികളെങ്ങനെ മനസ്സിലാക്കുന്നുവോ, കുട്ടികളെങ്ങനെ പുരുഷാർത്ഥം ചെയ്യുന്നുവോ അതിനനുസരിച്ച് നമ്പർ വൈസ് ആയിരിക്കും. ബാബ പറയണത് ഫസ്റ്റ് ക്ലാസ് ആയിട്ടുള്ളവൾ വളരെ നല്ലതാണെന്ന് പറയാണ്. ഇപ്പോൾ ഫസ്റ്റ് ക്ലാസ് ആയിട്ടുള്ള കുട്ടികളുണ്ട്, അവരെങ്ങനെയാണ്? വളരെ നല്ലതാണെന്ന് പറയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് സത്യമായ സദ്ഗുരുവിനെ ലഭിച്ചു. നമ്മൾ കുറേ ഗുരുക്കന്മാരെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ബാബ പറഞ്ഞത് ഇപ്പോഴാണ് നമ്മൾക്ക് സത്യമായ സദ്ഗുരുവിനെ ലഭിച്ചിരിക്കുന്നത്. അതായത് സത്യമായ ഭഗവാനെ ലഭിച്ചിരിക്കുന്നത്. ആ ഭഗവാനാണ് നമ്മളുടെ സദ്ഗുരു. ഇപ്പോൾ നമ്മൾ കുട്ടികൾക്കറിയാം, എപ്പോൾ സദ്ഗുരുവിനെ ലഭിക്കുന്നുവോ അപ്പോൾ സദ്ഗുരു കുട്ടികളെ സത്യമാക്കി മാറ്റുന്നു. നമ്മളും ഇത്ര നാളും ഒന്നും അറിയില്ലാത്തവരായിരുന്നു, അതായത് നാസ്തികരായിരുന്നു. ബാബനെ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ആസ്തികരായി മാറിയത്. അതാ പറയുന്നത്, നമുക്ക് എപ്പോൾ സദ്ഗുരുവിനെ കിട്ടിയോ അപ്പോൾ സദ്ഗുരു എന്താ ചെയ്യണത്? സത്യമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. സത്യമായവർ എന്ന് പറഞ്ഞാൽ ആരാണ്? ദേവീ ദേവതകളാണ്. അപ്പോൾ നമ്മൾ സത്യം മനസ്സിലാക്കിയ കുട്ടികൾ തന്നെയാണ് ദേവീ ദേവതകൾ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയ്ക്കും ആ ലഹരി ഉണ്ടായിരിക്കണം. അപ്പോൾ സത്യമായവർ ദേവീ ദേവതകളാണ്. പിന്നീട് അവരെന്താ ചെയ്യണത്? വാമമാർഗത്തിലേക്ക് പോയിട്ട് അസത്യമായി മാറുന്നു എന്ന് പറയാം. അവർ പിന്നെ അസത്യമായി മാറുകയാണ്. സത്യയുഗത്തിൽ നിങ്ങൾ ദേവീ ദേവതകൾ മാത്രമാണ് വസിക്കുന്നത്, വേറെ ആരുമില്ല. അപ്പോൾ ആലോചിച്ച് നോക്കൂ, എത്ര പവിത്രമായൊരു ലോകമായിരിക്കും. അതായത് ദേവീ ദേവതകൾ മാത്രം വസിക്കുന്നവരാണ്. അത്രയ്ക്ക് പരിപൂർണവരായാലും മാത്രമേ അവിടെ ഉണ്ടാവുകയുള്ളൂ, അവിടെ വേറെ ആരും ഉണ്ടാവില്ല എന്ന് പറയാണ്. ചിലർ ഇങ്ങനെ പറയാറുണ്ട്, ഇതെങ്ങനെ സംഭവിക്കും? അവർ ജ്ഞാനമില്ലാത്തതുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെയൊക്കെ അവർ പറയാറുണ്ട് എന്ന് പറയണം പലരും. ഇപ്പോൾ നമ്മൾ കുട്ടികൾ മനസ്സിലാക്കി, നമ്മളെന്താണ്? നാസ്തികരിൽ നിന്നും ആസ്തികരായി മാറി. നമ്മൾ കുട്ടികളിലും പലർക്കും ആദ്യമൊക്കെ ഈ സംശയങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നമ്മൾക്ക് ബാബയുടെ ജ്ഞാനം കിട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ബാബ പറയുന്നത്, ഇപ്പം നമ്മളെന്താണ്? നാസ്തികരിൽ നിന്നും ആസ്തികരായി മാറി. രചയിതാവിൻ്റെയും രചനയുടെയും ആദ്യമദ്യാന്ത്യത്തിൻ്റെ ജ്ഞാനം ഇപ്പോൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ ഇപ്പോഴാണ് ബാബേനെ കിട്ടി, ബാബ സത്യജ്ഞാനം തന്നപ്പോൾ നമുക്ക് എന്താണ്? രചയിതാവിൻ്റെയും രചനയുടെയും ഒക്കെ ആദ്യമദ്യാന്ത്യത്തിൻ്റെ ജ്ഞാനം നമുക്ക് കൃത്യമാക്കി മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് പറയാണ്. പിന്നെ ബാബ പറയാം, നാമരൂപത്തിൽ നിന്നും വേറിട്ട വസ്തുവിനെ കാണാൻ കഴിയില്ല. ആകാശം അതിരില്ലാത്തതാണ്, എന്നാലും ഫീൽ ചെയ്യുന്നുണ്ടല്ലോ ഇത് ആകാശമാണ്. ആകാശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ലിമിറ്റേഷൻ ഇല്ല, അങ്ങനെ അതിരില്ലാത്തതാണ്. പക്ഷെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറയും ഇത് ആകാശം എന്ന് പറയുന്നുണ്ടല്ലോ. ബാബ പറയാ, ഇതും ജ്ഞാനമാണ്. എല്ലാത്തിൻ്റെയും ആധാരം എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ്. നമ്മൾ ബുദ്ധിയിലൂടെ അത് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് നമുക്ക് അങ്ങനെ പറയാൻ പറ്റുന്നത്. ബാബ പറയാ, രചയിതാവിൻ്റെയും രചനയുടെയും നോളജ് ആരാണ് തരുന്നത്? ഒരേ ഒരു ബാബയാണ് തരുന്നത്. ഇങ്ങനെ എഴുതണം, ഇവിടെ രചയിതാവിൻ്റെയും രചനയുടെയും ആദ്യമദ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനം ലഭിക്കും. ബാബ പറഞ്ഞാൽ നമ്മുടെ സെൻറ്ററിൻ്റെ അവിടെയൊക്കെ എഴുതി വയ്ക്കണം എന്ന് പറയാണ്. അതായത് എങ്ങനെയാണ്? ഇവിടെ നിന്നാണ് രചയിതാവിൻ്റെയും രചനയുടെയും ഒക്കെ ആദ്യമദ്യത്തിൻ്റെയും ജ്ഞാനം ലഭിക്കുന്നത്. ഇവിടെ വളരെയധികം സ്ലോഗൻസ് ഉണ്ട്. ഇപ്പോൾ ബാബ നമുക്ക് ഡെയിലി ഓരോരോ സ്ലോഗൻ തന്നുകൊണ്ടിരിക്കുകയാണല്ലോ.
ഓരോരോ ദിവസങ്ങളിലും പുതിയ പുതിയ പോയിന്റുകൾ, പുതിയ പുതിയ സ്ലോഗൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതാണ് ബാബ പറയുന്നത്, നമ്മൾ മുരളി ഒരു കാരണവശാലും മിസ് ചെയ്യരുതെന്ന്. നമ്മൾക്ക് എല്ലാ ദിവസവും പുതിയ പുതിയ പോയിന്റുകൾ തരുന്നുണ്ട്, പുതിയ പുതിയ സ്ലോഗൻസ് തരുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് അതായത് ആവശ്യമുള്ള സ്ലോഗൻ എന്തായിരിക്കും, അതായിരിക്കും ചിലപ്പോൾ നമ്മൾ ആ മുരളി മിസ്സാക്കുന്ന ദിവസം നമുക്ക് നഷ്ടപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ബാബ പറയുന്നത് ഒരു കാരണവശാലും മുരളി മിസ്സാക്കരുത്. അപ്പോൾ ബാബ പറയാ, ആസ്തികരായി മാറുന്നതിന് വേണ്ടി രചയിതാവിൻ്റെയും രചനയുടെയും ജ്ഞാനം തീർച്ചയായും വേണം. അപ്പോൾ നമുക്ക് പൂർണ്ണമായ ജ്ഞാനം നമുക്ക് കിട്ടിയെന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് വേണ്ടത്? അതായത് ജ്ഞാനം, അതായത് രചയിതാവിൻ്റെയും രചനയുടെയും പൂർണ്ണമായിട്ടുള്ള ജ്ഞാനം നമുക്ക് തീർച്ചയായും വേണമെന്ന് പറയാണ്. എങ്കിൽ മാത്രമേ നാസ്തിക അവസ്ഥയിൽ നിന്നും മുക്തരാകൂ എന്ന് പറയാം. എങ്കിൽ മാത്രമേ നമുക്ക് ആസ്തികരായി മാറാൻ സാധിക്കുള്ളൂ. നിങ്ങൾ ആസ്തികരായി മാറി വിശ്വത്തിൻ്റെ അധികാരികളായി മാറുന്നവരാണ്. നമ്മൾ കണ്ടോ, ആസ്തികരായി മാറി, നാസ്തികരിൽ നിന്നും ആസ്തികരായി, പിന്നെന്താ ചെയ്യുന്നത്? വിശ്വത്തിൻ്റെ അധികാരികളായി മാറുന്നവരാന്ന് പറയാണ്. ഇവിടെ നിങ്ങൾ ആസ്തികരാണ്, പക്ഷേ നമ്പർ 1 പുരുഷാർത്ഥം അനുസരിച്ച്, ബാബ പറയാം എല്ലാവരും ആസ്തികരാന്നങ്ങനെ വിചാരിക്കേണ്ട, പക്ഷേ നമ്പർ 1 പുരുഷാർത്ഥം അനുസരിച്ച് മാത്രമാണ്. അത് എല്ലാവർക്കും വേരിയേഷൻ ഉണ്ടല്ലോ, അതായത് നമ്മൾ മനസ്സിലാക്കുന്നതിൽ വേരിയേഷൻ ഉണ്ട്, പുരുഷാർത്ഥം ചെയ്യുന്നതിൽ വേരിയേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ബാബ പറയുന്നത് നമ്പർ വൈസ് പുരുഷാർത്ഥം അനുസരിച്ചിട്ടാണെന്ന് പറയാണ്. പക്ഷെ ഇതിനെപ്പറ്റിയൊക്കെ അറിയേണ്ടത് ആർക്കാണ്? മനുഷ്യർക്കാണ്, അല്ലാണ്ട് മൃഗങ്ങൾക്കല്ല എന്ന് പറയുക. മനുഷ്യരാണ് വളരെ ഉയർന്നവരും മനുഷ്യരെ തന്നെയാണ് വളരെ നീചരും എന്ന് പറയാണ്. അപ്പോൾ ഈ സമയം ഒരു മനുഷ്യർക്കും രചയിതാവിൻ്റെയോ രചനയുടെയോ ജ്ഞാനം അറിയുന്നില്ല. അപ്പോൾ ഈ സമയത്ത് മറ്റുള്ള മനുഷ്യർക്കാർക്കും രചയിതാവ് ആരാണെന്നോ രചന എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാവരും ഭക്തിമാർഗത്തിൽ പോകുന്നു, ഭഗവാനെ സ്മരിക്കുന്നു. അവരെന്താണ് പറയണത്? അവർക്ക് കിട്ടുന്ന അല്പകാലത്തേക്കുള്ളൊരു ഒരു സുഖം കിട്ടണം, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മളെന്താ ചെയ്യുന്നത്? നമുക്ക് പരിപൂർണമായിട്ടുള്ള ജ്ഞാനം കിട്ടി. നമ്മൾ ഇത്ര നാൾ അലഞ്ഞു ഭഗവാൻ ആരാന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾക്കത് തിരിച്ചറിഞ്ഞു. അതാ പറയുന്നത്, നമ്മൾ കുട്ടികൾക്ക് മാത്രമാണിപ്പോൾ കൃത്യമായിട്ടും ആ ജ്ഞാനമുള്ളത്, മറ്റുള്ളവർക്ക് ആർക്കും ആ ജ്ഞാനമില്ല എന്ന് പറയാണ്. ബാബു പറയാ, ബുദ്ധി പൂർണ്ണമായും ഗോദ്രേജ് ആകുന്ന പൂട്ടുകൊണ്ട് പൂട്ടിയിരിക്കുന്നു. ഇപ്പോൾ ഗോദ്രേജ് ആകുന്ന പൂട്ടുകൊണ്ട് പൂട്ടിയിട്ടിരിക്കുകയാണ്. ആദ്യകാലത്ത് പറയല്ലോ ഗോദ്രേജ് നമ്പർ 1 കമ്പനി എന്ന് പറയല്ലോ പൂട്ടുണ്ടാക്കുന്നത്. അപ്പോൾ അതുമാതിരി ബാബു ഇന്നലെയും പറഞ്ഞിരുന്നു മുരളിയിൽ അത്. ഇപ്പോൾ പറയണം, എല്ലാവരുടെയും ബുദ്ധി പൂർണ്ണമായിട്ടും ഗോദ്രേജ് ആകുന്ന പൂട്ടുകൊണ്ട് പൂട്ടിയിരിക്കുക എന്ന് പറയാണ്. അപ്പോൾ ബാബു പറയാ, നിങ്ങൾ നമ്പർ വൈസ് പുരുഷാർത്ഥം അനുസരിച്ച് അറിഞ്ഞു കഴിഞ്ഞു. നമ്മൾ കുട്ടികൾ എന്താണ് നമ്പർ വൈസ് പുരുഷാർത്ഥം അനുസരിച്ചിട്ട് തിരിച്ചറിഞ്ഞെന്ന് പറയാണ്. ഞങ്ങൾ ബാബയുടെ അടുക്കൽ വിശ്വത്തിൻ്റെ അധികാരിയായി മാറുന്നതിന് വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മളെന്തിനാണ് ബാബയുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്? പുരുഷാർത്ഥം ചെയ്ത് നമ്മളെന്താണ് വിശ്വത്തിൻ്റെ അധികാരിയായി മാറാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ബാബ പറയുന്നത് എന്താണ്? നിങ്ങളിൽ 100% പവിത്രതയിൽ ജീവിക്കുന്നു. അപ്പം അതായത് ബാബ പറയുന്നത് എന്താണ്? നമ്മൾ കുട്ടികൾ 100% പവിത്രതയിൽ ജീവിക്കുന്നു. അത് നമ്മൾ ഓരോരുത്തരും ചെക്ക് ചെയ്യണം. ആക്ച്വലി പവിത്രതയുമുണ്ട്, ശാന്തിയുമുണ്ട്, സമൃദ്ധിയുമുണ്ട്. ബാബേനെ കിട്ടി നമ്മൾ പവിത്രതയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്? അവിടെ ശാന്തിയുണ്ട്. ശാന്തി ഉണ്ടെങ്കിൽ എന്താണ്? സമൃദ്ധിയുണ്ട്. അപ്പോൾ ഇത് മൂന്നും നമുക്ക് കിട്ടിയെന്ന് അറിയാം. പവിത്രതയുമുണ്ട്, ശാന്തിയുമുണ്ട്, സമൃദ്ധിയുമുണ്ട്. ആശീർവാദം തരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. പക്ഷേ ഈ ആശീർവാദം എന്നുള്ള വാക്ക് എന്താണ്? ഭക്തിമാർഗത്തിൻ്റെതാണെന്ന് പറയുകയാണ്. ബാബ പറയാ, ഈ ലക്ഷ്മി നാരായണനും പഠിപ്പിലൂടെയാണ് ആയിത്തീരുന്നത്. അല്ലാണ്ട് ലക്ഷ്മി നാരായണനും ഒരു ദിവസം ആയതല്ലല്ലോ, അവരും പഠിപ്പിലൂടെ തന്നെയാണ് ആയിത്തീരുന്നത്. പഠിച്ച് എല്ലാവരെയും പഠിപ്പിക്കണം. അപ്പം നമ്മൾ കുട്ടികളുടെ കർത്തവ്യമാണ് നമ്മൾ പഠിക്കുകയും വേണം, നല്ല രീതിയിൽ ധാരണ ചെയ്ത് മറ്റുള്ളവരെയും പഠിപ്പിക്കണം. സ്കൂളിൽ കുമാരന്മാർ പഠിക്കുന്നതിന് വേണ്ടി പോകുന്നു. പഠിക്കുന്നത് ഒരുമിച്ചാവുന്നത് കാരണം വളരെയധികം മോശമാകാറുണ്ട് എന്ന് പറയാണ്. ഇപ്പം അതാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ക്രിമിനൽ ദൃഷ്ടിയല്ലേ എന്ന് ചോദിക്കുകയാണ്. അവരിൽ അപവിത്രത കൂടുതലാണ്. ഈ ക്രിമിനൽ ദൃഷ്ടിയായത് കാരണം ആണ് പർദ്ദ ധരിക്കുന്നതെന്ന് പറയാണ്. പർദ്ദ ധരിക്കാറുണ്ടല്ലോ, ആദ്യകാലങ്ങളിലൊക്കെ സ്ത്രീകളൊക്കെ പർദ്ദ ധരിക്കാറുണ്ട്. ഇപ്പോൾ പിന്നെ കുറച്ച് വിഭാഗത്തിലുള്ള കുറച്ച് പേര് മാത്രമേ ധരിക്കുന്നുള്ളൂ. അപ്പോൾ എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തിനാണ് ബാബ പറയുന്നത്? ക്രിമിനൽ ദൃഷ്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. തൻ്റെ മേലെ ക്രിമിനൽ ദൃഷ്ടി വരരുത്. അപ്പോൾ സത്യയുഗത്തിൽ ബാബ പറയുന്നത് എന്താണ്? അങ്ങനത്തെ ഒരു കാര്യമൊന്നുമില്ല എന്ന് പറയുക. അവിടെ ക്രിമിനൽ ദൃഷ്ടിയൊന്നുമില്ല എന്ന് പറയുക. ലക്ഷ്മി നാരായണൻ എപ്പോഴെങ്കിലും പർദ്ദ ധരിക്കുന്നതായി കണ്ടിട്ടുണ്ടോ എന്ന് ബാബ ചോദിക്കുകയാണ്. സത്യയുഗത്തിലാണെന്നുണ്ടെങ്കിൽ ബാബ പറയുക, ഒരിക്കലും മോശപ്പെട്ട ചിന്തയൊന്നും വരുന്നില്ല. പക്ഷെ ഇവിടെയാണെന്നുണ്ടെങ്കിലോ ഇത് രാവണ രാജ്യമാണെന്ന് പറയാണ്. ഈ കണ്ണുകൾ വലിയ ചെകുത്താനാന്ന് പറയാണ് ബാബ. അതായത് കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയാം, എവിടേക്കൊക്കെ പോകണമെന്ന് അറിയാൻ പറ്റില്ല എന്ന് ബാബ പറയാണ്. ബാബ വന്ന് ജ്ഞാനത്തിൻ്റെ നേത്രം നൽകുന്നു. അപ്പോൾ ബാബനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് എന്താണ്? ബാബ നമുക്ക് ജ്ഞാനത്തിൻ്റെ നേത്രമാണ് തന്നിരിക്കുന്നത്. ആത്മാവാണ് എല്ലാം കേൾക്കുന്നത്, പറയുന്നത്, എല്ലാം ചെയ്യുന്നതും ആത്മാവാണ്. അപ്പോൾ ആത്മാവ് തന്നെയാണ് ഇത് കാണുന്നതും കേൾക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും എല്ലാം ആത്മാവാന്ന് പറയാണ്. പക്ഷെ ബാബ എന്താ പറയണത്? ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ആത്മാവ്
പരിവർത്തനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്ക് ബാബയുടെ ജ്ഞാനം കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് ബാബ പറയല്ലോ, ബാബേനെ ഓർമ്മിച്ച് അതിലേക്കൂടെ എല്ലാ ആത്മാവിൽ പറ്റിയിരിക്കുന്ന കറയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആത്മാവാണ് മോശമായി പാപാത്മാവായി മാറിയത്. അപ്പോൾ ഈ ആത്മാവിലാണ് കലകളിങ്ങനെ കുറഞ്ഞ് ജന്മങ്ങൾ എടുക്കും തോറും പാപാത്മാവായി മാറിയത്, മോശമായി മാറിയതിന് ശേഷം. അപ്പം പാപാത്മാവെന്ന് അവരെയാണ് പറയുക. ആരെയാണ്? ആരിലാണോ ക്രിമിനൽ ദൃഷ്ടിയുള്ളത് അങ്ങനെയുള്ളവരാണ് പാപാത്മാവെന്ന് പറയുക. ഈ ക്രിമിനൽ ദൃഷ്ടി ബാബയ്ക്കല്ലാതെ മറ്റാർക്കും പരിവർത്തനപ്പെടുത്താൻ സാധിക്കില്ല. അപ്പം ക്രിമിനൽ ദൃഷ്ടിയുള്ളവരെ പരിവർത്തനപ്പെടുത്തുന്നതിന് ഒരേ ഒരു ബാബയ്ക്ക് മാത്രമേ സാധിക്കൂ. ജ്ഞാനത്തിൻ്റെ ദൃഷ്ടി, ഒരു സിവിൽ ദൃഷ്ടി ഒരു ബാബയാണ് നൽകുന്നത്. ഇപ്പം ജ്ഞാനത്തിൻ്റെ സിവിൽ ദൃഷ്ടി നൽകുന്നത് ആരാണ്? ഒരേ ഒരു ബാബയാന്ന് പറയാണ്. ഈ ജ്ഞാനം നിങ്ങളെ അറിയുന്നുള്ളൂ. ഇപ്പം നോക്കിയാൽ നമ്മൾ വളരെ കുറച്ച് പേര് കുട്ടികൾ മാത്രമാണ് ഇതിനെ തിരിച്ചറിയുന്നുള്ളൂ. ശാസ്ത്രങ്ങളിലൊന്നും ഈ ജ്ഞാനമില്ല എന്ന് പറയാണ് ബാബ പറയുകയാണ്, വേദം, ശാസ്ത്രം, ഉപനിഷത്തുകൾ ഇവയെല്ലാം ഭക്തി മാർഗത്തിൻ്റെതാന്ന് പറയാണ്. നമ്മൾക്കറിയാം കുറേ ഗ്രന്ഥങ്ങളുണ്ട്, വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ ഉണ്ട്. ഇതൊക്കെ എന്താണ്? ഭക്തി മാർഗത്തിൻ്റെതാന്ന് പറയാണ്. പക്ഷെ ഇതിലെന്താണ്? ജ്ഞാനമില്ല. ജപം, തപം, തീർത്ഥം ഇവയെല്ലാം ചെയ്തുകൊണ്ട് എന്നെ ആർക്കും ലഭിക്കില്ല എന്ന് പറയുക. അപ്പോൾ ആൾക്കാരെന്താണ്? ഭക്തിമാർഗത്തിലേക്ക് പോകുമ്പോൾ കുറേ ജപിക്കുന്നുണ്ട്, തപം ചെയ്യുന്നുണ്ട്, തീർത്ഥം ഇതെല്ലാം ചെയ്യുന്നുണ്ട്. കുളിക്കാനും എന്താണ് പറയണത്, പവിത്രതയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഗംഗാ സ്നാനം എന്നൊക്കെ പറഞ്ഞ് പറയാറില്ല. അപ്പോൾ ഇതൊക്കെ ചെയ്തുകൊണ്ടൊന്നും ബാബു പറയാണ് ആർക്കും എന്നെയൊന്നും ലഭിക്കില്ല എന്ന് പറയാണ്. ബാബു പറയാ ഈ ഭക്തിമാർഗം അരക്കൽപ്പത്തോളം നടക്കുന്നുണ്ട് എന്ന് പറയാണ്. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ഈ സന്ദേശം എല്ലാവർക്കും കൊടുക്കണം. എന്താണ് സന്ദേശം കൊടുക്കേണ്ടത്? വരൂ, ഞങ്ങൾ നിങ്ങൾക്ക് രചയിതാവിൻ്റെയും രചനയുടെയും ആദ്യം മധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനം കേൾപ്പിക്കാം. പരംപിത പരമാത്മാവിൻ്റെ ബയോഗ്രഫി പറഞ്ഞു തരാം. ബാബ പറയണത് നമ്മളുടെ കർത്തവ്യം. ബാബനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ബാബയിൽ നിന്നും സത്യജ്ഞാനം കിട്ടി തുടങ്ങി. അപ്പോൾ ഈ സത്യജ്ഞാനം നമ്മൾ മറ്റുള്ളവർക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം എന്ന് പറയാണ്. അതാണ് ബാബ പറയണത്. ഈ സന്ദേശം എല്ലാവർക്കും കൊടുക്കുക. എന്താണ്? വരൂ, ഞങ്ങൾ നിങ്ങൾക്ക് രചയിതാവിൻ്റെയും രചനയുടെയും ആദ്യമധ്യാന്ത്യത്തിൻ്റെ ജ്ഞാനം കേൾപ്പിക്കാം. പരംപിത പരമാത്മാവിൻ്റെ ബയോഗ്രഫി പറഞ്ഞു തരാം. അതായത് മനുഷ്യരൊന്നും തന്നെ അറിയുന്നില്ലല്ലോ. വരൂ സഹോദരീ സഹോദരന്മാരെ, വന്ന് രചയിതാവിൻ്റെയും രചനയുടെയും ആദ്യമധ്യാന്ത്യത്തിൻ്റെ ജ്ഞാനം കേൾക്കൂ, പഠിക്കൂ. ഇതിലൂടെ നിങ്ങൾക്ക് ദേവതയായി മാറാം. നമ്മൾക്ക് ആൾക്കാരുടെ അടുത്ത്, മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കാം. വരുമോ വരാണ്ടിരിക്കുക അവരുടെ താല്പര്യമാണ്. അപ്പോൾ ഈ ജ്ഞാനം പ്രാപ്തമാക്കുന്നതിലൂടെ എന്താണ്? സൃഷ്ടിചക്രത്തെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ സൃഷ്ടിചക്രത്തെ മനസ്സിലാക്കുന്നതിലൂടെ എന്താണ്ടാവണേ? ചക്രവർത്തിയായി മാറാൻ സാധിക്കുന്നു പറയാണ്. അതായത് സത്യയുഗത്തിലെ മഹാരാജാവും മഹാറാണിയുമായി മാറാൻ സാധിക്കും. ലക്ഷ്മി നാരായണനും ബാബ പറയാണ് ഈ പഠിപ്പിലൂടെ ആയവരാണ്. നിങ്ങളും പഠിപ്പിലൂടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലക്ഷ്യം അതാണല്ലോ. ഈ പുരുഷോത്തമ സംഗമയുഗത്തിന് വളരെ പ്രഭാവമുണ്ട്. ബാബ വരുന്നതും ഭാരതത്തിലേക്കാണ്. അപ്പോൾ ഈ പുരുഷോത്തമ സംഗമയുഗത്തിൽ തന്നെയാണ് ബാബ വരുന്നത്. അതെവിടേക്കാണ്? നമ്മളുടെ ഭാരതത്തിൽ തന്നെയാണ്. മറ്റുള്ള ഖണ്ഡത്തിലേക്ക് എന്തിനു വരണം? ബാബ അവിനാശിയായ സർജനാണ്. ബാബ വരുന്നതും സദാ നിലനിൽക്കുന്ന ആ ഭൂമിയിലേക്കാണ്. അപ്പോൾ നോക്കൂ, അപ്പോൾ ഈ ഭാരതഭൂമി, അതായത് ഭാരതഖണ്ഡം തന്നെയാണ് നിലനിൽക്കുന്നത്. എന്തായാലും മാറ്റങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ നിലനിൽക്കുന്നത് ഭാരതഖണ്ഡം തന്നെയാണ്. അതായത് ഈ ഭൂമിയിൽ നിലനിൽക്കുന്നത് അത് തന്നെയാണെന്ന് പറയാണ്. ഏത് ഭൂമിയിലാണോ ഭഗവാൻ പാദം വയ്ക്കുന്നത് ആ ഭൂമി ഒരിക്കലും വിനാശമാകുന്നില്ല എന്ന് പറയാണ്. അപ്പം ബാബയുടെ പാദം ഏത് ഭൂമിയിലാണോ സ്പർശിക്കുന്നത് ആ ഭൂമി മാത്രം വിനാശമാകില്ല എന്ന് പറയാണ്. ഈ ഭാരതം ദേവതകൾക്കായിട്ട് നിലനിൽക്കുമല്ലോ എന്ന് പറയാണ് ബാബ. കേവലം മാറ്റം മാത്രമുണ്ടാവും. അതാ പറയുന്നത്, മാറ്റം ഉണ്ടാവും, പൂർണ്ണമായും നശിച്ചു പോകില്ല, മാറ്റമുണ്ടാവും എന്ന് പറയാണ്. ഭാരതമാണ് സത്യമായ ഖണ്ഡവും അസത്യമായ ഖണ്ഡവുമായി മാറുന്നത്. പക്ഷേ ഈ ഭാരതം എങ്ങനെയായിരുന്നു? ഭഗവാന്റെ പാദസ്പർശമേറ്റ പുണ്യഭൂമിയാണ്. അപ്പം അതിലെന്താണ്? അത് തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമായി മാറുന്നതും. അതിനുശേഷം എന്താണ്? സത്യമായത് ആയിരുന്നു, പിന്നെ അത് ഖണ്ഡിക്കപ്പെടുകയും ചെയ്യുന്നു എന്ന് പറയാണ്. അസത്യമായിട്ട് മാറുന്നു എന്ന് പറയാണ്. ഭാരതത്തിന് ഓൾറൗണ്ട് പാർട്ടാന്ന് പറയാണ്. അതായത് ഭാരതം ഇതുകൊണ്ടാണല്ലോ, അതായത് സത്യഖണ്ഡവും പിന്നെ അസത്യഖണ്ഡമായി മാറും. അപ്പം അതുകൊണ്ടാണ് ഓൾറൗണ്ട് പാർട്ട് എന്ന് പറയുന്നത്. ബാക്കി ഏത് ഖണ്ഡത്തിനെയും ഇങ്ങനെ പറയില്ല, ബാക്കി ഒരു ഖണ്ഡത്തിനെയും ഇങ്ങനെ പറയില്ല, ഭാരതത്തിന് മാത്രമേ പറയുള്ളൂ എന്ന് പറയണം. സത്യമായ ഭഗവാൻ വന്ന് സത്യഖണ്ഡമാക്കുന്നു. പിന്നീട് ഭഗവാൻ വീണ്ടും വന്ന് എന്താണ് ചെയ്യുന്നത്? സത്യഖണ്ഡമാക്കി മാറ്റാണ്. പക്ഷെ ആ സമയത്തിന് എന്താണ്? പിന്നീട് രാവണൻ വന്നിട്ട് എന്താണ് ചെയ്യുന്നത്? അസത്യമായ ഖണ്ഡമാക്കി മാറ്റുന്നു. അപ്പോൾ രാവണന്റെ രാജ്യത്തിൽ സത്യത്തിൻ്റെ തരി പോലും ഉണ്ടായിരിക്കില്ല എന്ന് പറയണം. രാവണൻ എന്താണ് ചെയ്യുന്നത്? അസത്യത്തിലേക്കാണ് എല്ലാവരെയും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഗുരുവിനെയും സത്യമായത് ലഭിക്കില്ല.
അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് സദ്ഗുരുവിനെ ലഭിക്കാതിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും നാൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നത് സദ്ഗുരുവിനെ കിട്ടാനായിട്ട്. സന്യാസിമാരൊക്കെ ഉണ്ട്, അവരെ ഫോളോ ചെയ്യുന്നവരാരാ? ഗൃഹസ്ഥികളാണ്. ഗൃഹസ്ഥികൾ എങ്ങനെ സന്യാസിമാരുടെ ഫോളോവേഴ്സ് എന്ന് പറയാൻ സാധിക്കുന്നു? ബാബ പറയാണ്. ഇപ്പോൾ ബാബ സ്വയം പറയുകയാണ്, കുട്ടികളെ പവിത്രമായി മാറൂ, ദൈവിക ഗുണങ്ങളെ ധാരണ ചെയ്യൂ, നിങ്ങൾക്കിപ്പോൾ ദേവതയായി മാറണം. അപ്പോൾ ബാബ പറയാണ്, കുട്ടികളെ പവിത്രമായി മാറൂ. പിന്നെന്താണ് പറയണത്? ദൈവിക ഗുണങ്ങളെ ധാരണ ചെയ്യൂ, നിങ്ങൾക്കിപ്പോൾ ദേവതയായി മാറണം. സന്യാസിമാർ സമ്പൂർണ്ണ നിർവികാരിയല്ല എന്ന് പറയാണ്. അവരെന്താണ്? ഇവിടുന്ന് വിട്ടിട്ടുണ്ടെങ്കിൽ, അതായത് വികാരത്തിലൂടെയാണ് അവർ ജന്മം എടുക്കുന്നത്. അതിനുശേഷം പിന്നെ എന്താണ്? വികാരികളുടെ അടുത്ത് വീണ്ടും ജന്മം എടുക്കും. അപ്പോൾ പിന്നെ ബാബ പറയണത്, ചിലർ ബാലബ്രഹ്മചാരികളുമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളവരും കുറേ ഉണ്ടെന്ന് പറയാണ്. വിദേശത്ത് വളരെ കൂടുതലാണെന്ന് പറയുന്നത്. പക്ഷെ എന്താണ്? വൃദ്ധരാകുമ്പോൾ ചിലർ വിവാഹം ചെയ്യുമെന്ന് പറയാണ്. എന്താണ് പറയുക? സംരക്ഷണം കിട്ടാൻ. അതാണ്, അവരത്ര സ്റ്റേബിൾ അല്ല. അതുകൊണ്ടാണ് അവരെ സമ്പൂർണ്ണ നിർവികാരി എന്ന് പറയില്ല എന്ന് പറയണത്. കുറേ പേര് പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ പോയി വിവാഹം കഴിക്കും. അതുകൊണ്ട് ഇവരെങ്ങനെയാണ് ജന്മം എടുക്കുന്നത്? എങ്ങനെയാണ്? വികാരത്തിൽ കൂടെയാണ്. അപ്പോൾ അതാണ് ബാബ പറയുന്നത്. പിന്നീട് അവർക്ക് വേണ്ടി ധനമെല്ലാം ഉപേക്ഷിച്ച് അവർ പോകും. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ പുറകെ പോകും. പിന്നെ എന്താണ്? ഈ ബ്രഹ്മചാരിയൊക്കെ വിട്ട് അങ്ങനെ അവരുടെ കൂടെ പോകുമെന്ന് പറയാണ്. ഇവിടെ ഭാരതത്തിൽ കുട്ടികളോട് വളരെയധികം മമത്വമുണ്ട്. 60 വയസ്സിന് ശേഷം എല്ലാം കുട്ടികളെ ഏൽപ്പിച്ചു നോക്കും. എൻ്റെ പിൻഗാമികൾ നന്നായിട്ട് നടത്തുന്നുണ്ടോ ഇല്ലയോ. പക്ഷേ ഇന്നത്തെ കാലത്ത് കുട്ടികൾ പറയും, അച്ഛൻ വാനപ്രസ്ഥത്തിലേക്ക് പോയാൽ വളരെ നല്ലതെന്ന്. ബാബയ്ക്ക് അറിയാൻ കൃത്യമായിട്ട് ഇപ്പോഴത്തെ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നടന്നു പോകണേന്ന്. എല്ലാവരും എന്താണ്? ആദ്യം എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ്? 60 വയസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തിരിച്ചു പോകാനുള്ള സമയമായി എന്ന് പറഞ്ഞിട്ട് വാനപ്രസ്ഥം എന്ന് പറയുമല്ലോ. അപ്പോൾ അതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക? കുട്ടികളൊക്കെ ഏൽപ്പിച്ച് നോക്കാൻ നടത്തിയിട്ട് അവർ പോകും. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. എത്രയും പെട്ടെന്ന് പോയി അത്രയും നല്ലതെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കണമെന്ന് പറയാണ്. ചാവി ലഭിച്ചല്ലോ എന്ന് പറയാണ്. അച്ഛൻ ജീവിച്ചിരിക്കെ തന്നെ മുഴുവൻ സമ്പാദ്യവും നശിപ്പിക്കും. ഇപ്പം അങ്ങനെയും മാറി. കുട്ടികളെന്താ ചെയ്യണത്? ആദ്യത്തെ പോലെയല്ല, എല്ലാവരും മാറി. അപ്പം ജീവിച്ചിരിക്കെ തന്നെ സമ്പാദ്യം മുഴുവൻ നശിപ്പിക്കുന്നത് പറയാണ്. പിന്നീട് അച്ഛൻ്റെ അടുത്ത് പറയാം, ഇറങ്ങി പൊക്കോളാൻ പറയും. എന്തൊരു സ്ഥിതിയല്ലേ. അപ്പോൾ ബാബ മനസ്സിലാക്കി തരികയാണ്, പ്രദർശനിയിൽ നിങ്ങൾ ഇങ്ങനെ എഴുതൂ, സഹോദരി സഹോദരന്മാരെ, വന്ന് രചയിതാവിൻ്റെയും രചനയുടെയും ആദ്യ മധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനം കേൾക്കൂ. എന്നുവെച്ചാൽ നമ്മൾക്ക് എല്ലാവർക്കും കുട്ടികളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് ബാബയുടെ ജ്ഞാനം നമ്മൾക്ക് ലഭിച്ചു. നമ്മൾക്ക് എത്രയോ സുഖം, ശാന്തി ഒക്കെയാണ്, സമൃദ്ധിയൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് നമ്മൾ മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുത്ത് അവരെയും ആ ബുദ്ധിമുട്ടിൽ നിന്ന്, ഇപ്പോൾ അത്രയ്ക്കും കരച്ചിലിൻ്റെ സമയമാണല്ലോ, അതിൽ നിന്നൊക്കെ കരകയറ്റണം നമുക്ക്. അത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. ബാബ പറയല്ലോ, നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, വരിക വരാതിരിക്കുക എന്നുള്ളത് അവർക്കുള്ളതാണ്. അത് അത് നോക്കേണ്ട കാര്യമില്ല. ഒരാളെ നിർബന്ധിച്ചൊന്നും പറഞ്ഞ് കേൾപ്പിക്കേണ്ട കാര്യമില്ല. പക്ഷെ നമ്മളുടെ ഉത്തരവാദിത്തം എന്താണ്? പറഞ്ഞു കൊടുക്കണം. അതാണ് ബാബ പറയുന്നത്, നിങ്ങൾ ഇങ്ങനെ എഴുതു പ്രദർശനികളിലെല്ലാം, സഹോദരി സഹോദരന്മാരെ, വന്ന് രചയിതാവിൻ്റെയും രചനയുടെയും ആദ്യ മധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനം കേൾക്കൂ. ഈ സൃഷ്ടിചക്രത്തിൻ്റെ ജ്ഞാനം അറിയുന്നതിലൂടെ നിങ്ങൾ ചക്രവർത്തിയാകും. നമ്മൾക്ക് സൃഷ്ടിചക്രത്തിൻ്റെ ജ്ഞാനം കിട്ടണം. അതാണ് ബാബ പറയുന്നത്. എങ്കിൽ മാത്രമേ ചക്രവർത്തിയാകൂ. വിശ്വത്തിലെ മഹാരാജൻ മഹാറാണിയായി മാറും. അതായത് ദേവി ദേവതയായി മാറും. ഇത് ബാബ കുട്ടികൾക്ക് നൽകുന്ന നിർദ്ദേശമാണ്. ഇപ്പോൾ ബാബ പറയുകയാണ്, ഇത് ബ്രഹ്മാവിൻ്റെ വളരെയധികം ജന്മങ്ങളിലെയും അന്തിമ ജന്മമാണ്. ഈ ശരീരത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. അപ്പോൾ ബ്രഹ്മാവിൻ്റെ, അതായത് ദാദാ ലേഖരാജിൻ്റെ ശരീരത്തിലേക്കാണ് പ്രവേശിക്കുന്നതല്ലോ. ബാബ പറയുക, പിന്നെ വിഷ്ണുവിന് എന്തുകൊണ്ടാണ് 4 കൈകൾ കൊടുത്തിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അതിൽ 2 കൈകൾ പുരുഷൻ്റേതും 2 കൈകൾ സ്ത്രീയുടേതുമാണ്. അതായത് ലക്ഷ്മി നാരായണൻ്റെ ആണല്ലോ. അപ്പോൾ 4 കൈകളുള്ള മനുഷ്യരൊന്നുമില്ല എന്ന് പറയുകയാണ്. അത് ബാബ പറയണം, ഇത് മനസ്സിലാക്കി തരികയാണ്. വിഷ്ണു എന്ന് പറഞ്ഞാൽ എന്താണ്? ലക്ഷ്മിയും നാരായണനും. അപ്പോൾ അതുപോലെ തന്നെ ബ്രഹ്മാവിന് 4 കൈകൾ കാണിക്കുന്നുണ്ട്. അതിൽ 2 കൈകൾ എന്താണ്? ബ്രഹ്മാവിൻ്റെയും 2 കൈകൾ സരസ്വതിയുടെയും ആണെന്ന് പറയാണ്. അതായത് 2 പേരും അതിൻ്റെ ഇത് പറയാണ്. 2 പേരും എന്താണ്? പരിധിയില്ലാത്ത സന്യാസിമാരായി മാറിക്കഴിഞ്ഞു. അതിൻ്റെ സിംബോളിക്കായിട്ടാണ് 4 കൈകൾ കാണിച്ചിരിക്കുന്നത്. അല്ലാണ്ട് ബാബ പറയാണ് 4 കൈകളുള്ള ആൾക്കാരൊന്നും ഇല്ലല്ലോ, മനുഷ്യന്മാരൊന്നും ഇല്ലല്ലോ എന്ന് പറയാണ് ബാബ. അപ്പോൾ ബാബ പറയണത്, ഈ സന്യാസം ചെയ്ത് വേറെ എവിടത്തേക്കും പോവുക ഇങ്ങനെയില്ല എന്ന് പറയാണ്. ബാബ പറയണത് എന്താണ്? ഗൃഹസ്ഥ വ്യവഹാരത്തിലിരുന്നു കൊണ്ടും നരകത്തെ ബുദ്ധി കൊണ്ട് ത്യാഗം ചെയ്യൂ. അപ്പം നരകമാകുന്ന ഈ സമയത്തെ, അതായത് ഈ ലോകത്തെ എന്താണ്? ബുദ്ധി കൊണ്ട് ത്യാഗം ചെയ്യാൻ പറയാണ്. അതായത് ബാബ പറയാ, സ്വർഗത്തെ എങ്ങനെയാണ്? ഈ ബുദ്ധി കൊണ്ടാണ് നമ്മൾ ഓർമ്മിക്കേണ്ടത്.
നരകത്തിൽ നിന്നും നരകവാസികളിൽ നിന്നും ബുദ്ധിയോഗം മാറ്റി സ്വർഗവാസി ദേവതകളുമായി ബുദ്ധിയോഗം വയ്ക്കണം. അപ്പം നരകവാസികളായിട്ടുള്ള നമ്മൾ സംബന്ധികളിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നൊക്കെ ബുദ്ധിയോഗം നമ്മൾ മാറ്റിയിട്ട് സ്വർഗവാസിയായിട്ടുള്ള ദേവതകളുമായിട്ട് ബുദ്ധിയോഗം വയ്ക്കണം. പക്ഷെ എങ്ങനെയാണ്? ഗൃഹസ്ഥത്തിലിരുന്നു കൊണ്ട് എല്ലാം ചെയ്തുകൊണ്ട് എല്ലാ കർത്തവ്യങ്ങളും ചെയ്തുകൊണ്ടായിരിക്കണം. അതാണ് ബാബ പറയുന്നത്. അല്ലാതെ മറ്റേ സന്യാസിമാരൊക്കെ ചെയ്യുന്നത് ഗൃഹസ്ഥം ഉപേക്ഷിച്ച് പോവുക, എല്ലാവരും അതാണല്ലോ. ബ്രഹ്മകുമാരീസിലേക്ക് വരുമ്പോഴേക്കും എല്ലാവരും സന്യസിക്കാൻ പോയി എന്ന് പറയാം. നമ്മളെവിടെ സന്യസിക്കണല്ലേ? അതാണ് ബാബ പറയുന്നത്. നമ്മളെല്ലാ കർത്തവ്യങ്ങളും ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നത്. അതാണ് ബാബ പറയുന്നത്. ആര് പഠിക്കുന്നുവോ അവരുടെ ബുദ്ധിയിലുണ്ടായിരിക്കും ഞങ്ങൾ ജയിച്ച് ഇവരെ പോലെ ദേവതയായി മാറും. അതാണ് നമ്മൾക്ക് വേണ്ടത്. നമ്മൾക്ക് എല്ലാവരും നമ്മുടെ മുമ്പിൽ കുറേ എക്സാമ്പിൾസ് ഉണ്ട്. അപ്പം നമ്മളും ഇവരെ പോലെയാകും. മുമ്പ് ഗുരുവിനെ സമീപിച്ചിരുന്നത് എപ്പോൾ വാനപ്രസ്ഥമാകുന്നുവോ അപ്പോഴായിരുന്നു. മുമ്പൊക്കെ ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് ജ്ഞാനം കേൾക്കാനൊക്കെ പോയിരുന്നത് എപ്പോഴാണ്? അല്ലെങ്കിൽ ഭക്തിമാർഗത്തിലൊക്കെ അങ്ങനെയാണല്ലോ കൂടുതലും ഓരോ അമ്പലങ്ങളിൽ അങ്ങനെയൊക്കെ പോകുന്നത് എപ്പോഴാണ്? 60 വയസ്സായി തിരിച്ചു പോകാനുള്ള സമയം എന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴാണ്. പക്ഷെ ബാബ പറയണത് ഞാനും ഈ ബ്രഹ്മാവിൻ്റെ വാനപ്രസ്ഥ അവസ്ഥയിലാണ് പ്രവേശിക്കുന്നത്. അപ്പോൾ ബാബ പറയണത് എന്താണ്? ബാബയ്ക്ക് 60 വയസ്സായി കഴിഞ്ഞപ്പോഴാണ്, വാനപ്രസ്ഥ അവസ്ഥയായി കഴിഞ്ഞപ്പോഴാണല്ലോ പ്രവേശിക്കുന്നത്. അതായത് വളരെയധികം ജന്മങ്ങൾക്ക് ശേഷം അന്തിമ ജന്മത്തിൽ. ഭഗവാന് വാച ഞാൻ വളരെ ജന്മങ്ങളുടെ അന്തിമ ജന്മത്തിൽ തന്നെയാണ് പ്രവേശിക്കുന്നത്. ഭഗവാൻ പറയണത് ബ്രഹ്മാവാണ് ആദ്യം മുതൽ അവസാനം വരേക്കും പാർട്ടഭിനയിച്ചത്. ഈ ശരീരത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. കാരണം ബ്രഹ്മാവിനാണ് ആദ്യ നമ്പറിലേക്ക് പോകേണ്ടത്. അത് പറയുന്നത് ബ്രഹ്മാസോ വിഷ്ണു, വിഷ്ണുസോ ബ്രഹ്മ. ബ്രഹ്മാവ് തന്നെയാണ് വിഷ്ണു ആവുന്നത്, വിഷ്ണു തന്നെയാണ് ബ്രഹ്മാവായിട്ട് മാറുന്നത്. 2 പേർക്കും 4 കൈകളാണ് കാണിക്കുന്നത്. കണക്കുമുണ്ട്. ബ്രഹ്മ സരസ്വതിയാണ് ലക്ഷ്മി നാരായണൻ. പിന്നീട് ലക്ഷ്മി നാരായണൻ ബ്രഹ്മ സരസ്വതിയായിട്ട് മാറുന്നു. അപ്പോൾ പറയാ നിങ്ങൾ കുട്ടികൾക്ക് പെട്ടെന്ന് ഈ കണക്കുകളൊക്കെ പറയാൻ കഴിയുമെന്ന് പറയാൻ. വിഷ്ണു അതായത് ലക്ഷ്മി നാരായണൻ 84 ജന്മങ്ങളെടുത്ത് പിന്നീട് സാധാരണ ബ്രഹ്മ സരസ്വതിയായി മാറുന്നു. ബ്രഹ്മാവെന്ന പേര് പോലും ശിവബാബ തൻ്റെ അവതരണത്തിന് ശേഷമാണ് നൽകിയത്. കണ്ടോ? അപ്പോൾ ആദ്യം കിട്ടിയ പേരൊന്നുമില്ല. അതായത് ആദ്യം തരുന്നത് ദാദാ ലേക്ക് രാജ് എന്നായിരുന്നു. അപ്പോൾ ശിവബാബ എപ്പോൾ പ്രവേശിച്ചപ്പോൾ അതിന് ശേഷം, അതായത് അവതരണത്തിന് ശേഷം നൽകിയ പേരാണ് ബ്രഹ്മാവ്. അപ്പോൾ ബാബ വ്യക്തമായിട്ട് പറഞ്ഞു തരാണ്. അല്ല എങ്കിൽ ബ്രഹ്മാവിൻ്റെ പിതാവ് ആരാണ്? ശിവബാബ എന്ന് പറയും. അപ്പം ഇങ്ങനെ രചിച്ചു, ദത്തെടുത്തതാണ്. ബാബ പറയുകയാണ് ഞാൻ ഈ ബ്രഹ്മാവിൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്തിരിക്കുന്നത്, എഴുതി വെക്കണമെന്ന് പറയാണ്. ശിവ ഭഗവാന് വാച ബ്രഹ്മാവിന് പോലും തൻ്റെ ജന്മങ്ങളെക്കുറിച്ച് അറിയാതിരിക്കുമ്പോഴാണ് ഞാൻ ഈ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്. ആള് ഭക്തനായിരുന്നു, പക്ഷേ ഒന്നും അറിയണ്ടായിരുന്നില്ല, തൻ്റെ ജന്മങ്ങളെപ്പറ്റിയൊന്നും അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ശരീരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞ ശേഷമാണ് മനസ്സിലാവുന്നത് വളരെയധികം ജന്മങ്ങൾക്ക് ശേഷം അന്തിമ ജന്മത്തിൻ്റെയും അന്തിമത്തിലാണ് പ്രവേശിക്കുന്നത്. എപ്പോഴാണ് ബ്രഹ്മാവിന് വാനപ്രസ്ഥമാകുന്നത് അപ്പോഴാണ് വരുന്നത്. അപ്പോൾ ബാബ കൃത്യമായിട്ട് പറഞ്ഞു തരികയാണ്. പതീതവുമാകുന്നത് അല്ല, എപ്പോഴാണോ ലോകം പഴയതും പതീതവുമാകുന്നത് അപ്പോഴാണ് ഞാൻ വരുന്നത്. എത്ര സഹജമായാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ലോകം പതീതവും അതായത് പഴയതുമായി മാറുമ്പോൾ ആ സമയത്താണ് ബാബ വരുന്നത്. എല്ലാവരും വിളിക്കുകയാണല്ലോ, ഭഗവാനെ വന്ന് രക്ഷിക്കൂ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണല്ലോ. അപ്പോഴാണ് ബാബ വരുന്നത്. മുമ്പ് 60 വയസ്സായതിനു ശേഷം ഗുരുവിനെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. പണ്ടൊക്കെ എങ്ങനെയാണ്? 60 വയസ്സായി കഴിയുമ്പോൾ വാനപ്രസ്ഥ അവസ്ഥ എന്ന് പറയുമ്പോൾ പോയിട്ട് ഏതെങ്കിലും വല്ല ഗുരുവിനെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയാം. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല എന്ന് പറയാണ്. ഇപ്പോൾ ജന്മമെടുക്കുമ്പോൾ തന്നെ ഗുരുവിനെ സ്വീകരിക്കുന്നു. അപ്പോൾ എന്താണത് പറയുന്നത് ബാബ? ഈ കുട്ടിക്കാലത്ത് തന്നെ ഗുരുവിനെ എന്താണ് സ്വീകരിക്കേണ്ട ആവശ്യം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ചിന്തിക്കുകയാണ്, ചെറുതിൽ തന്നെ മരിച്ചാലും നമുക്ക് സദ്ഗതി പ്രാപിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് പോകണമെന്ന് പറയുന്നത്. എന്താ വെച്ചാൽ ഒരാൾക്ക് ഇപ്പോൾ ഗ്യാരണ്ടി ഒന്നും ഇല്ലല്ലോ. ബാബ പറയുകയാണ് ഇവിടെ ആർക്കും സദ്ഗതി ലഭിക്കുന്നില്ല. ബാബ നിങ്ങൾക്ക് എത്ര സഹജമായിട്ടാണ് മനസ്സിലാക്കി തരുന്നത്. അതായത് ഉയർന്നതാക്കി മാറ്റുകയാണ് ബാബ. ഭക്തിയിൽ പടികൾ ഇറങ്ങിയാണ് വന്നത്. ബാബ ചോദിക്കുക രാവണ രാജ്യമല്ലേ എന്ന് ചോദിക്കുകയാണ്. രാവണ രാജ്യത്താണ് വികാരി ലോകം ആരംഭിക്കുന്നത്. എല്ലാവരും ഗുരുക്കന്മാരുടെ അടുക്കിലേക്ക് പോകുന്നുണ്ട്. ബ്രഹ്മബാബയും പറയാറുണ്ട് എനിക്ക് അനവധി ഗുരുക്കന്മാരുണ്ടായിരുന്നു. ഭഗവാനാണ് എല്ലാവർക്കും സദ്ഗതി നൽകുന്നത്. പക്ഷെ ഇതൊന്നും ആരും അറിയുന്നില്ല എന്ന് പറയാണ്. ഭക്തിയും വളരെ കടുത്ത ചങ്ങലയായി മാറിയിരിക്കുകയാണ്. ഭക്തിയിൽ എല്ലാവരും എന്താണ് പറയുക, പൂട്ടപ്പെട്ടിരിക്കുകയാണ് ചങ്ങലയിൽ. ചങ്ങലകൾ പലതുണ്ടല്ലോ എന്ന് പറയാണ്. ചിലത് തടിച്ചതാകും, ചിലതാണെന്നുണ്ടെങ്കിൽ മെലിഞ്ഞതാകും. ഭാരം ഉള്ള വസ്തുക്കളെ എതിർത്താനായിട്ട് വളരെയധികം തടിച്ച ചങ്ങലകളാണ് ഉപയോഗിക്കുക എന്ന് പറയാണ്. ഇവിടെയും ഇങ്ങനെയാണ്. ചിലർ പെട്ടെന്ന് വന്ന് നിങ്ങളിൽ നിന്ന് കേൾക്കും, നല്ല രീതിയിൽ പഠിക്കും. ചിലർ മനസ്സിലാക്കുകയില്ല എന്ന് പറയാണ്. അപ്പോൾ ബാബ എന്താ പറയണത്? ബാബയുടെ ജ്ഞാനം ചില കുട്ടികൾ പെട്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവരെന്താണ് പഴയ കുട്ടികളെക്കാളും വളരെ സ്പീഡിൽ പോകും. പക്ഷെ ചിലർക്കാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവുകയില്ല എന്ന് പറയണം. അതാണ് ചില കുട്ടികളൊക്കെ വന്നിട്ട് പെട്ടെന്ന് തിരിച്ചു പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ അവർ ബാബേനെ മനസ്സിലാക്കിയിട്ടില്ല, ബാബയുടെ ജ്ഞാനം മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് ശ്രീമത്ത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും പേടിച്ചു പോവുകയാണ്. പക്ഷേ ഇതല്ല ബാബ പറയുന്നത്. നമ്മളത് ഫോളോ ചെയ്യണം എല്ലാവരും. അപ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാനും നമ്മൾക്ക് സദ്ഗതി നേടാനും സാധിക്കുകയുള്ളൂ.
അതാ ബാബ പറയുന്നത്. അതായത് നമ്പർ വൈസ് ആയിട്ടാണ് മാലയിലെ മുത്തായി മാറുന്നതെന്ന് പറയാണ്. മനുഷ്യർ ഭക്തിമാർഗത്തിൽ മാല സ്മരിക്കുന്നു, പക്ഷെ ജ്ഞാനമില്ല. അതായത് ഭക്തിമാർഗത്തിൽ എന്താണ്, ഗുരു പറയും മാല തന്നിട്ട് പറയാ തിരിക്കാൻ പറയും, തിരിക്കൂ, പിന്നെ രാമ എന്ന് പറയാൻ പറയും, അതും ഭജിച്ചുകൊണ്ടിരിക്കും, ഇത്രയേ ഉള്ളൂ. പക്ഷെ അവർക്ക് വേറെ ജ്ഞാനമൊന്നുമില്ല. പിന്നെ പറയണത് എന്താണ്, വാദ്യങ്ങളെല്ലാം മുഴക്കും, ശബ്ദം വളരെ മധുരമായി അനുഭവപ്പെടും, പക്ഷേ ജ്ഞാനമൊന്നുമില്ല. അവിടെ പോയിട്ട് ആ ഒരു അറ്റ്മോസ്ഫിയർ കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ എന്താണ് പറയണത്, ശബ്ദങ്ങൾ, വാദ്യത്തിൻ്റെ ശബ്ദങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ ചെറുതായിട്ടൊരു സുഖമൊക്കെ അനുഭവപ്പെടും, പക്ഷെ എന്താണ്, ജ്ഞാനമൊന്നും കിട്ടുന്നില്ല എന്ന് പറയാണ്. രാമനെന്ന് ആരെയാണ് പറയുന്നത്, കൃഷ്ണനെന്ന് ആരെയാണ് പറയുന്നത്, എപ്പോഴാണ് വരുന്നത്, ഒന്നും അറിയുന്നില്ല. ഭക്തിമാർഗത്തിൽ പോയി കഴിഞ്ഞാൽ ആരെന്ത് ചെയ്യുന്നു അത് ഫോളോ ചെയ്ത് പോകുന്നു എന്നല്ലാണ്ട് അവരതിനെപ്പറ്റിയൊന്നും മനസ്സിലാക്കുന്നില്ല എന്ന് പറയാണ്. എന്നിട്ട് എന്താ ചെയ്യുന്നത്, കൃഷ്ണനെയും ദ്വാപരയുഗത്തിലേക്ക് കൊണ്ടുവന്നു എന്ന് പറയാണ്. ഇതാരാണ് പഠിപ്പിക്കുന്നത്, ഗുരുക്കന്മാർ. അപ്പം ഇതൊക്കെ പറഞ്ഞു തരുന്നത് ആരാണ്, ഗുരുക്കന്മാരാന്ന് പറയാണ്. കൃഷ്ണൻ ദ്വാപരയുഗത്തിലേക്ക് വന്നുവെങ്കിൽ അതിനുശേഷം വന്നത് കലിയുഗമല്ലേ എന്ന് ചോദിക്കാണ് ബാബ. അപ്പോൾ കൃഷ്ണൻ ആരെങ്കിലും ഇപ്പോൾ കണ്ടിട്ടുണ്ടോ, തമോ പ്രധാനമായി മാറി. ബാബ പറയുകയാണ്, ഞാൻ സംഗമത്തിൽ വന്ന് തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനമാക്കി മാറ്റുന്നു. നിങ്ങൾ എത്ര അന്ധവിശ്വാസികളായി മാറിയതായിരുന്നു. ബാബ മനസ്സിലാക്കി തരികയാണ്, ആരാണോ ഉള്ളിൽ നിന്നും പൂക്കളായി മാറുന്നവർ അവർ പെട്ടെന്ന് മനസ്സിലാക്കും. മറ്റുള്ളവർ പറയും ഇത് വളരെ സത്യമായ കാര്യമാണ്. ചിലർ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കുമെന്ന് പറയാണ്. എന്നിട്ട് നിങ്ങളോട് പറയും നിങ്ങൾ വളരെ നല്ലതാക്കി മനസ്സിലാക്കി തരുന്നുണ്ട്. 84 ജന്മത്തിൻ്റെ കഥയാന്ന് പറയണത്. ജ്ഞാനത്തിൻ്റെ സാഗരനായ ഒരു ബാബ വന്നാണ് നിങ്ങൾക്ക് മുഴുവൻ ജ്ഞാനവും നൽകുന്നത്. അപ്പോൾ ഈ 84 ജന്മത്തിൻ്റെ ഇത് കഥയാണ്. അപ്പോൾ ഇത് ആരാണ്, ജ്ഞാനസാഗരനായ ശിവഭഗവാൻ വന്നിട്ടാണ് നമ്മൾക്ക് ബ്രഹ്മബാബയിലൂടെ നമുക്ക് കേൾപ്പിച്ചു തരുന്നതെന്ന് പറയാണ്. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും സുപ്രഭാതവും. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ആത്മീയ അച്ഛന് ആത്മീയ കുട്ടികളുടെയും നമസ്കാരവും ഗുഡ് മോർണിംഗും. ഓക്കെ, ഇനി ധാരണയ്ക്കുള്ള മുഖ്യ സാരം നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് എന്താണ്, സദ്ഗുരുവായ ബാബയുടെ ഓർമ്മയിലൂടെ ബുദ്ധിയെ സദോ പ്രധാനമാക്കി മാറ്റണം. അപ്പോൾ സദ്ഗുരുവായ ബാബ, ആ ബാബയുടെ ഓർമ്മയായിരിക്കണം എപ്പോഴും ഉണ്ടാവേണ്ടത്. അപ്പം എന്തുണ്ടാവുക, ബുദ്ധി സദോ പ്രധാനമായി മാറും. അങ്ങനെ മാറ്റണം എന്ന് ബാബ പറയാണ്. സത്യമായി മാറണം, ആസ്തികരായി മാറി ആസ്തികരാക്കി മാറ്റാനുള്ള സേവ ചെയ്യണം. അപ്പം നമ്മൾ ആദ്യം എന്താണ്, സത്യമായിട്ട് നമ്മൾ ആദ്യം മാറണം. അപ്പോൾ നമ്മളെന്താണ്, ഇപ്പോൾ ആസ്തികരായി മാറി. നാസ്തികരായിരുന്ന നമ്മളെല്ലാം ഇപ്പോൾ ആസ്തികരായി മാറി. അതുകൂടാണ്ട് എന്താണ്, മറ്റുള്ളവരെ കൂടി ആസ്തികരാക്കി മാറ്റാനുള്ള സേവയും ചെയ്യണമെന്ന് ബാബ പറയാണ്. രണ്ടാമത്തെ പോയിന്റ് എന്താ പറയുന്നത്, ഇപ്പോൾ വാനപ്രസ്ഥ അവസ്ഥയാണ്. അപ്പം എല്ലാവർക്കും വാനപ്രസ്ഥ അവസ്ഥയാണ്. അതുകൊണ്ട് പരിധിയില്ലാത്ത സന്യാസിയായി മാറി സർവ്വതിൽ നിന്നും ബുദ്ധിയോഗം മാറ്റണം. അതാണ് ബാബ പറയുന്നത്. അതായത് പരിധിയില്ലാത്ത സന്യാസിയായി മാറണം, എല്ലാത്തിൽ നിന്നും ഒരു അറ്റാച്ച്മെൻറ്റും വെക്കാതെ ഡിറ്റാച്ച്ഡ് ആയിട്ട് സർവ്വതിൽ നിന്നും ബുദ്ധിയോഗത്തെ മാറ്റണം എന്ന് പറയാണ്. പാവനമായി മാറണം, ദൈവിക ഗുണങ്ങളെ ധാരണ ചെയ്യണം. ബാബ എന്ത് സത്യജ്ഞാനാണോ പറഞ്ഞു തരുന്നത് അത് ധാരണ ചെയ്ത് മുന്നോട്ട് പോകണം. ഇനി വരം ദാനം എന്താണെന്ന് നോക്കാം. ദേഹവും ദേഹത്തിൻ്റെ ലോകത്തിൻ്റെയും സ്മൃതിയിൽ നിന്ന് ഉയർന്നു കഴിയുന്ന സർവ ബന്ധനങ്ങളിൽ നിന്നും മുക്തമായ ഫരിസ്തയായി ഭവിക്കൂ. ആർക്കാണോ ഒരു ദേഹത്തിനോടും ദേഹധാരികളോടും ബന്ധം, അർത്ഥം മനസ്സിൻ്റെ മമത്വമില്ലാത്തത്, അവരാണ് ഫരിസ്ത. അപ്പോൾ ബാബ എന്താ പറയുന്നത്, ദേഹവും ദേഹത്തിൻ്റെ ലോകത്തിൻ്റെയും സ്മൃതിയിൽ നിന്നും, അപ്പോൾ അതായത് നമ്മൾ ദേഹത്തിൽ നിന്നൊക്കെ ഡിറ്റാച്ചായി മാറണം കഴിയുന്ന. അപ്പോൾ എന്താ ഉണ്ടാവുക, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മുക്തമാവും. അങ്ങനെ മുക്തമായി കഴിയുന്നവരെയാണ് ഫരിസ്ത എന്ന് പറയുന്നത്. അപ്പോൾ ബാബ പറയുന്ന ഒരു കാരണവശാലും ഒരു ദേഹധാരിയോടും ദേഹത്തിനോടും അതായത് മമത്വം പാടില്ല എന്ന് പറയുകയാണ്. അങ്ങനെ മമത്വമില്ലാതെ മുന്നോട്ട് പോകുന്നവരാണ് ഫരിസ്തകൾ. അപ്പോൾ ഫരിസ്തകളുടെ പാദം എന്താണ്, സദാ ഭൂമിയിൽ നിന്നും ഉയർന്നിരിക്കുന്നു എന്ന് പറയാണ്. അവരെല്ലാത്തിൽ നിന്നും വേർപെട്ടിരിക്കും. ഭൂമിയിൽ നിന്നും ഉയർന്നു അർത്ഥം എന്താണ്, ദേഹബോധത്തിൻ്റെ സ്മൃതിയിൽ നിന്നും ഉയർന്നത്. അപ്പോൾ അവർക്ക് ദേഹബോധത്തിൻ്റെ ഒരു പ്രശ്നമില്ല. ദേഹബോധം വന്നു കഴിയുമ്പോഴാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും തുടങ്ങുന്നത്. അപ്പോൾ അതാണ് എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ പ്രശ്നങ്ങളും തുടങ്ങുന്നത് ദേഹബോധത്തിലൂടെയാണ്. അപ്പോൾ അവരെപ്പോഴും എന്താണ്, ഭൂമിയിൽ നിന്ന് കുറച്ച് ഉയർന്നിരിക്കുന്നു പറയാണ്. ആരാണോ ദേഹത്തിൻ്റെ ലോകത്തിൻ്റെയും സ്മൃതിയിൽ നിന്ന് ഉയർന്നു കഴിയുന്നത് അവരാണ് സർവ്വ ബന്ധനങ്ങളിൽ നിന്നും മുക്തമായ ഫരിസ്തയാകുന്നത്. ഇങ്ങനെയുള്ള ഫരിസ്തകൾ തന്നെയാണ് ഡബിൾ ലൈറ്റ് സ്ഥിതിയുടെ അനുഭവം ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും എന്താണ്, ഒരു കാര്യത്തിലും അറ്റാച്ച്മെൻറ്റ് പാടില്ല. ഡിറ്റാച്ച്ഡ് ആയിട്ട് നിന്നിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടും എല്ലാത്തിൽ നിന്നും ഡിറ്റാച്ചായിട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താണ്, ഒരു ബന്ധനങ്ങളും നമുക്ക് ഉണ്ടാവില്ല. എല്ലാം വളരെ സഹജമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും.
ഇനി സ്ലോഗൻ പറയുന്നത് എന്താണ്? വാക്കിനോടൊപ്പം പെരുമാറ്റത്തിലൂടെയും മുഖത്തിലൂടെയും ബാബയ്ക്ക് സമാനം ഗുണം കാണപ്പെടണം എന്ന് പറയുകയാണ്. അപ്പോഴാണ് പ്രത്യക്ഷത ഉണ്ടാവുന്നതെന്ന് പറയാണ്. അപ്പോൾ നമുക്ക് എന്താണ് നമ്മൾ പറയുന്ന, അതായത് മധുരമായിട്ട് മാറണമെന്ന് ബാബ എപ്പോഴും പറയാറുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ വാക്കും മധുരമായിരിക്കണം, നമ്മളുടെ പെരുമാറ്റവും മധുരമായിരിക്കണം, നമ്മളുടെ മുഖവും അതുപോലെ തന്നെ മധുരമായിരിക്കണം. അങ്ങനെ കാണുമ്പോൾ എന്താണ്, അപ്പോഴാണ് ബാബയ്ക്ക് സമാനം ഗുണമായിട്ട് മാറുക എന്ന് പറയാണ്. അപ്പോൾ എന്താണ്, പ്രത്യക്ഷത ഉണ്ടാവും. ബാബയുടെ പ്രത്യക്ഷത നമ്മുടെ മുഖത്തിലൂടെ കാണാൻ പറ്റും. അപ്പോൾ മറ്റുള്ളവർ കാണുമ്പോൾ ചോദിക്കും, ഇവരിൽ എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറയാൻ സാധിക്കില്ല.